ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യേ എല്ലാവർക്കും സംശയമുള്ള ടോൺ ബാലറ്റിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നേരെ വീഡിയോയിലേക്ക് വരും. ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ആ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഈ ഒരു ചിഹ്നം @ എന്നുള്ള ഈ ഒരു ചിഹ്നം ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. HAMSTER സ്പേസ് കോമ്പാക്റ്റ് KOMVAT എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാണ്ട് വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ചാനൽ വന്നിട്ട് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് എന്ന് കാണാം. അത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ്. കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്ലേ ഇൻ ക്ലിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആര ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി കാണിക്കാൻ. നമ്മളുടെ പേര് മുകളിൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ പോവാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. കാണുന്ന ഈ കോയിൻ കാണുന്ന ഭാഗത്ത് അത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഈ വിരലുകൾ നമ്മൾക്ക് എത്ര വിരൽ വേണം ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്ത് കുറേ കോയിനുകൾ ഏൺ ചെയ്യുക. ഏൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. മുകളിൽ കാണുന്ന ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. അന്നേരം ബാക്ക് പോകും. വീണ്ടും പ്ലേ ഇൻ ക്ലിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ പേജിൻ്റെ ഏറ്റവും താഴെ കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് കാണാൻ സാധിക്കും. എയർ ഡ്രോപ്പ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കണക്ട് യുവർ ടോൺ ബാലറ്റ് എന്നൊരു ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് യുവർ ടോൺ ബാലറ്റ് എന്ന് വീണ്ടും വന്നതായിട്ട് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആ ആപ്ലിക്കേഷൻ്റെ ബാലറ്റിലൂടെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ടെലഗ്രാമിൻ്റെ തന്നെ ബാലറ്റിലൂടെയാണ്. നമ്മൾ ഓപ്പൺ ബാലറ്റ് ഇൻ ടെലഗ്രാം എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് ചെയ്ത് എഗ്രി കൊടുത്ത് കണ്ടിന്യൂ അമർത്തുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ടോൺ സ്പേസ് ടു കണക്ട് ആൻ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. താഴെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ടോണ്, ആഡ് എക്സിറ്റിംഗ് ബാലറ്റ് എന്ന്. നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ടോൺ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മളുടെ ഒരു ടോൺ അഡ്രസ്സ് മുകളിലായിട്ട് ഇത് കാണാൻ സാധിക്കും. എൻ്റെ NR നിതിൻ R എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഐക്കണായിട്ട് വന്നതിന് ശേഷം താഴെ ഒരു കോഡ് കാണാൻ സാധിക്കും. അതുപോലെ യുവർ സ്പേസ് ഇസ് റെഡി ലെറ്റ്സ് ബാക്ക് എന്ന് കാണാൻ സാധിക്കും. താഴെ രണ്ട് ഓപ്ഷനുകൾ ബാക്കപ്പ് വിയ ഇമെയിൽസ്, ബാക്കപ്പ് അപ്പ് മാനുവലി. നമ്മൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് മാനുവലിയാണ്. അത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ സ്ക്രീനിൽ 24 വേർഡ്സ് വരുന്നതാണ്. ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇത് നമ്മൾക്ക് ഇനി മുന്നോട്ടുള്ള പേജിൽ ഇത് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ അമർത്തുക. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച അതിൽ കുറച്ച് 1 മുതൽ 24 വരെ നമ്പറുണ്ട്. അതിൽ 6ാമത് കാണുന്ന ആ ഒരു വേർഡ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നിങ്ങളുടേത് എത്ര ആണ് വരുന്നത് ആ ഒരു വേർഡിന് നേരെ ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പരും ആ സ്ക്രീൻഷോട്ടുള്ള നമ്പരും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് അമർത്തുക. നെക്സ്റ്റ് അമർത്തുമ്പോൾ ബാലറ്റ് വാസ് സക്സസ്ഫുൾ ബാക്കപ്പ് അപ്പ് എന്ന് കാണിച്ച് വി ടോൺ സ്പേസ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ഇത് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. ഇനി വി ടോൺ സ്പേസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റും നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി കണക്ട് ബാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് സക്സസ് ആയി ഒരു ടിക്ക് മാർക്ക് വന്ന് നമ്മളുടെ കണക്ട് യുവർ ടോൺ ബാലറ്റ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് പുതിയൊരു സ്ക്രീൻ ഓപ്പൺ ആകുകയും താഴെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ബാക്ക് അടിക്കുക. ഈ എക്സിറ്റ് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വലത് സൈഡ് ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകേണ്ടത് റിക്കവറി ഇമെയിൽ കണക്ട് ചെയ്യണം. അഥവാ നമ്മളുടെ ഈ ഒരു അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു ഇമെയിൽ ID ആവശ്യമാണ്. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാക്ക് വന്ന് ഈ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെലഗ്രാമിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനുകളിൽ മുകളിൽ കാണുന്ന ആ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണിക്കാൻ സാധിക്കും ബാലറ്റ് എന്ന്. ഈ ഒരു ബാലറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടോൺ സ്പേസ് ബീറ്റ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് റിക്കവറി ഇമെയിൽ റീസ്റ്റോർ ടോൺ സ്പേസ് എന്ന് കാണാം. അവിടെ ബാക്കപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ അമർത്തി ഇനി നമ്മൾ നേരെ നമ്മളുടെ
ഇമെയിൽ വരുന്ന എവിടെയാണ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത മുകളിൽ കാണുന്ന ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സ്പാം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിലേക്കായിരിക്കും നമ്മളുടെ ഈ ഒരു SMS OTP നമ്മൾക്ക് അവിടെ വന്നിട്ടുള്ളത്. അത് അവിടെ കാണാൻ സാധിക്കും. നോ റിപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു OTP കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പേജ് ഓപ്പൺ ആയി വന്നത്. താഴെ റിക്കവറി ഇമെയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.